ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് പേരുണ്ടായിരുന്നു. നമ്മളിപ്പോ ഇത് മെർജ് ചെയ്തിട്ട് എടുക്കുന്ന ക്ലാസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് APIയുടെ തിയറി ബേസ് ഉള്ള കാര്യങ്ങളാണ്. നാളെ നമ്മൾ പോസ്റ്റ്മാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. 3 ഡേയ്സിന്റെ സെഷൻ ആയിരിക്കും ഇത്. ഒരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടുക APIനെ സംബന്ധിച്ച്. നമ്മൾ ഇന്ന് മൊത്തം തിയറി ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ഓട്ടോമേഷൻ അല്ലേ ഇന്ന്? മാനുവൽ API ആണ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓട്ടോമേഷൻ ആണോ പറഞ്ഞിരുന്നത്? അല്ല, ഗ്രൂപ്പിൽ അങ്ങനെ ഇട്ടിരുന്നത്. ആണോ? ചിലപ്പോ വേറെ സെഷൻ ഉണ്ടാവും. ഇത് തുടങ്ങിയതല്ലേ? ഇത് സ്റ്റാർട്ടിംഗ് ആണോ അതോ കണ്ടിന്യൂവേഷൻ ആണോ ഇത്? ഇല്ല, സ്റ്റാർട്ടിംഗ് എങ്ങനെ? സ്റ്റാർട്ടിംഗ് തൊട്ടാ പറയുന്നത്. ഇന്നലെ കുറച്ച് പേര് കേറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ആദ്യത്തെ കുറച്ച് പോർഷൻ എടുത്തു. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മൾ ആദ്യം തൊട്ടാ തുടങ്ങുന്നത്. ഇല്ല, ഞങ്ങക്ക് ഇന്ന് തൊട്ടാ സ്റ്റാർട്ട് ചെയ്യണമെന്നാ പറഞ്ഞിരുന്നത്. ഓട്ടോമേഷൻ സെഷൻ ആണെന്നാ മെസ്സേജ് ഇട്ടിരുന്നത്. ഞങ്ങള് പ്ലേസ്മെന്റ് ഏപ്രിൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ളതാ. ഓട്ടോമേഷൻ ആണെങ്കിൽ എന്തായാലും APIയുടെ ഒരു ബേസിക് ഐഡിയ വേണ്ടേ? നമുക്ക് ഇന്ന് എന്തായാലും അത് ഡിസ്കസ് ചെയ്യാം. ഓട്ടോമേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഇൻഫർമേഷൻസ് വേണം. എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് മുതല നമുക്ക് ആദ്യം എന്താണ് API എന്ന് നോക്കാം. വാട്ട് ഈസ് ആൻ API? എന്താണ് ഒരു API? ആരെങ്കിലും API ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ API എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയില്ലേ? API എന്ന് വെച്ച് കഴിഞ്ഞാല് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ആപ്ലിക്കേഷൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് ഈ API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ആപ്ലിക്കേഷന്റെ അടുത്തുനിന്ന് സർവീസും ഇൻഫോർമേഷൻസും റിക്വസ്റ്റ് ചെയ്യാം, റിസീവ് ചെയ്യാം. എങ്ങനെയാണ് മറ്റേ ആപ്ലിക്കേഷൻ ഇന്റേർണലി ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നതെന്ന് അറിയാതെ തന്നെ നമുക്ക് ഇൻഫോർമേഷൻസും സർവീസും റിസീവ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പൊ രണ്ട് ആപ്ലിക്കേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ മെസ്സഞ്ചർ പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് API. ഇതിന്റെ ഒരു റിയൽ ലൈഫ് എൻവയോൺമെന്റിലുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മള് ലിങ്ക്ഡിനോ ഫേസ്ബുക്കോ എന്തെങ്കിലും ലോഗിൻ ചെയ്യാണെന്ന് വിചാരിക്കാം. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോഗിൻ വിത്ത് ഗൂഗിൾ അക്കൗണ്ട് എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് ഫിൽ ആവും. അപ്പൊ എങ്ങനെയാ ഈ ലിങ്ക്ഡിനിലും ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ ഗൂഗിളിന്റെ നമ്മൾ കൊടുത്തേക്കുന്ന അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഉണ്ടോ? ഓൾറെഡി ഉള്ളതാണോ അത്? ആർക്കും ഒരു അഭിപ്രായം ഇല്ലേ? ഇല്ല. എങ്ങനെയാ ഇത് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വെബ്സൈറ്റ് ആദ്യം ഗൂഗിളിന്റെ APIക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. എല്ലാ ആപ്ലിക്കേഷനും ഓരോ APIs ഉണ്ടാവും, മിക്ക ആപ്ലിക്കേഷൻസിനും. അപ്പൊ നമ്മളിപ്പോ ഏത് വെബ്സൈറ്റിൽ നിന്നാണോ ലോഗിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, ഈ വെബ്സൈറ്റ് ഗൂഗിളിന്റെ APIക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ഇനി ഈ ഗൂഗിൾ API നമ്മുടെ അക്കൗണ്ട് ഒക്കെ ഉണ്ടോ എന്നൊക്കെ കൺഫേം ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിന്റെ ഇൻഫർമേഷൻ തിരിച്ച് ഈ വെബ്സൈറ്റിന് കൊടുക്കും. ആദ്യം ഗൂഗിൾ API വെരിഫൈ ചെയ്യും. തിരിച്ച് നമ്മുടെ വെബ്സൈറ്റിന് റെസ്പോൺസ് കൊടുക്കും.
എന്നിട്ട് വെബ്സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് 2 ആപ്ലിക്കേഷൻ ആണ് ഈ വെബ്സൈറ്റും ഗൂഗിളും. ഗൂഗിളിന്റെ അകത്താണ് നമ്മുടെ ഇൻഫോർമേഷൻസ് ഇരിക്കുന്നത്. വെബ്സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യണം. അപ്പോ ഗൂഗിൾ API ആണ് ഇത് തമ്മിലുള്ള ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് അല്ലെങ്കിൽ മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ബിറ്റ്വീൻ വെബ്സൈറ്റ് ആൻഡ് ഗൂഗിൾ. ഓക്കെ, അപ്പൊ ഇതേപോലെ 2 ആപ്ലിക്കേഷന്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് ഈ API. ഇനിയിപ്പോ നമ്മള് അല്ലാത്തൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മള് ഹോട്ടലിൽ പോയിട്ട് ഒരു ഹോട്ടലിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഹോട്ടലിൽ പോയിട്ട് നമ്മള് കസ്റ്റമർ, എന്നിട്ട് നമ്മള് വെയിറ്ററിന്റെ അടുത്ത് ഇന്ന ഫുഡ് വേണം, ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി വേണം എന്ന് പറയാണ്. വെയിറ്റർ ആണ് എന്ത് ചെയ്യുക, കിച്ചണിൽ പോയിട്ട് നമ്മളുടെ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന ഇതാണെന്ന് പറയും. എന്നിട്ട് റിക്വസ്റ്റിന് ബിരിയാണി തിരിച്ചു കിട്ടുമ്പോൾ വെയിറ്റർ വഴി കസ്റ്റമർക്ക് റിസീവ് ചെയ്യും, അല്ലെ? അപ്പൊ വെയിറ്റർ ആണ് ഇവര് തമ്മിലിടയിലുള്ള ഒരു ബ്രിഡ്ജ്. അല്ലാതെ കസ്റ്റമർ ഡയറക്ട്ലി കിച്ചണിൽ പോയിട്ടല്ലല്ലോ ഫുഡ് ആക്സസ് ചെയ്യാം. അതിൽ കസ്റ്റമർ ആണ് ആര്, യൂസർ. വെയിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനും റെസ്പോൺസ് റിസീവ് ചെയ്യാനുള്ള API. ഈ കിച്ചണ് നമുക്ക് സെർവർ ഒരു ഡാറ്റാബേസ് എന്ന് പറയാം. ക്ലിയർ ആണോ API എന്താണെന്നുള്ളത്? ഇല്ല, നമുക്ക് പല APIs കണക്ട് ചെയ്ത് റെക്കോർഡിംഗ് ഉണ്ടാവോ? റെക്കോർഡിംഗ് ഉണ്ടാവും. റെക്കോർഡിംഗ് തരാം. ഇനി പല APIs വർക്ക് ചെയ്യുന്ന നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷന്റെ കാര്യം എക്സാമ്പിൾ ആയിട്ട് പറയാം. അത് നമുക്കൊരു ഫിഗർ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിഗർ ഇപ്പൊ എൻ്റെ ഇല്ല, നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാം. ഇപ്പോ നമ്മളിപ്പോ മേക്ക് മൈ ട്രിപ്പ് ത്രൂ എയർലൈൻസിന്റെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് പല എയർലൈൻസിന്റെയും ടിക്കറ്റ് അവൈലബിലിറ്റിയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒരു കമ്പനീനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവരുടെ ഡാറ്റാബേസ്. അപ്പൊ ഡാറ്റാബേസ് ഒന്നും ഒരിക്കലും വേറൊരു സൈറ്റിന് നമ്മൾ അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കത്തില്ല. അപ്പൊ എങ്ങനെയാണ് ഈ മേക്ക് മൈ ട്രിപ്പിൽ നമ്മള് ഈ ടിക്കറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ അവൈലബിൾ ടിക്കറ്റ്സ് കാണാൻ പറ്റുക? എങ്ങനെയാണ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഇപ്പൊ എമിറേറ്റ്സിൽ നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തു, എങ്ങനെയാണ് ആ ടിക്കറ്റ് ബ്ലോക്ക് ആവുക? ഡയറക്റ്റ് ഡാറ്റാബേസ് ആയിട്ട് ഇവർക്ക് കണക്ഷൻ ഇല്ലാതെ. അത് ഈ APIs ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ യൂസർ അല്ലെങ്കിൽ ക്ലയന്റ് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാണ്. ഫ്രം ഇന്ത്യയിൽ നിന്നാണ് വരേണ്ടത്, ദുബായിലോട്ടാണ് പോകേണ്ടത്, ഡേറ്റും ഡെസ്റ്റിനേഷനും ഡേറ്റും സോഴ്സും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് മേക്ക് മൈ ട്രിപ്പിനും. അപ്പൊ മേക്ക് മൈ ട്രിപ്പ് ഈ റിക്വസ്റ്റ് എടുത്തിട്ട് ഈ എയർലൈൻസിന്റെ ഒക്കെ എക്സ്പോസ്ഡ് APIs ഉണ്ടാവും. എല്ലാ എയർലൈൻസിനും അവരുടേതായ APIs ഉണ്ടാവും. ഈ എക്സ്പോസ്ഡ് APIസിലോട്ട് ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ APIs എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഡാറ്റാബേസിൽ നിന്ന് പോയിട്ട് നോക്കും, ഇന്ന ഡേറ്റില് ഇന്ന ലൊക്കേഷനിലോട്ട് ഇന്ന ഇതിന്ന് ഫ്ലൈറ്റ് ഉണ്ടോന്ന്. എന്നിട്ട് ഈ ഡാറ്റ കളക്ട് ചെയ്യും. ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് മേക്ക് മൈ ട്രിപ്പിന് കൊടുക്കുമ്പോൾ നമുക്ക് ഈ സൈറ്റ് വിസിബിൾ ആയിട്ട് കാണാം. എന്ന് വെച്ചാൽ ഇന്ന ഇന്ന കാര്യങ്ങള് അന്ന് ഇന്ന ഇന്ന ഫ്ലൈറ്റ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മള് ഇതിന്ന് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാണെന്ന് വിചാരിക്കാം. പേയ്മെന്റ് ഒക്കെ ചെയ്ത് ബുക്ക് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മേക്ക് മൈ ട്രിപ്പ് അടുത്ത റിക്വസ്റ്റ് ഈ APIs സെൻഡ് ചെയ്യും. ഇന്ന ടിക്കറ്റില് ഇന്ന ഡേറ്റിൽ ഇന്ന ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഈ പെർട്ടിക്കുലർ APIക്ക് സെൻഡ് ആവും. എന്നിട്ട് ആ API ത്രൂ പിന്നെയും ഡാറ്റാബേസിൽ ആ ടിക്കറ്റ് അല്ലെങ്കിൽ ആ സീറ്റ് ബ്ലോക്ക് ആവും. അങ്ങനെയാണ് മേക്ക് മൈ ട്രിപ്പ് പോലുള്ള വെബ്സൈറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്.
അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും തമ്മിലുള്ള എന്ന് വെച്ചാൽ ഈ എയർ ഇന്ത്യയുടെയും എമിറേറ്റ്സിന്റെയും ഇതിന്റെ ഈ മേക്ക് മൈ ട്രിപ്പിന്റെ ഇടയിലുള്ള മീഡിയേറ്റർ ആരാ? API. അപ്പൊ ഇതിനെയാണ് നമ്മൾ API എന്ന് പറയാ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എവിടെയാണ് ഈ API ടെസ്റ്റിംഗിന്റെ യൂസ് വരുന്നതെന്ന് നോക്കാം. ഇപ്പൊ നമ്മള് ഈ സെയിം പറഞ്ഞ എക്സാമ്പിളില് നമ്മളിപ്പോ ഡൽഹിയിലോട്ട് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുവാണ്. പക്ഷെ നമുക്ക് റിസീവ് ചെയ്തത് ദുബായിലോട്ട് പോകേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെന്ന് വിചാരിക്കാം. ഈ ആപ്ലിക്കേഷന്റെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോപ്പ് ആയില്ലേ? ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യോ? പിന്നെ മേക്ക് മൈ ട്രിപ്പിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഡൽഹിയിലോട്ട് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു, നമ്മൾ റിക്വസ്റ്റ് ചെയ്ത സാധനം അല്ല നമുക്ക് റെസ്പോൺസ് കിട്ടിയത്, ആപ്ലിക്കേഷൻ അവിടെ പൊട്ടി. അപ്പോ API നമ്മൾ ടെസ്റ്റ് ചെയ്താലാണ് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിന് അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസ് ആണോ കിട്ടുന്നത്, ഇന്ന റിക്വസ്റ്റുകളാണോ ഇതിന് കൊടുക്കാൻ പറ്റുക, ഇന്ന റിക്വസ്റ്റുകൾ മാത്രമേ ഇതിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? API നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെയാണ് API ടെസ്റ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് API നമുക്ക് രണ്ട് രീതിയിലാണ് ടെസ്റ്റ് ചെയ്യുക. നമുക്ക് മാനുവൽ ടെസ്റ്റ് ചെയ്യാം, അല്ലാതെ ഓട്ടോമേഷൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. മാനുവൽ നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് പോസ്റ്റ്മാൻ യൂസ് ചെയ്തിട്ടാണ്. API നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് റെസ്റ്റ് അഷ്യൂർ യൂസ് ചെയ്തിട്ടാണ്. ഈ റെസ്റ്റ് അഷ്യൂറിന് വേണ്ടിയിട്ട് നമുക്ക് ജാവയുടെ ബേസിക്സ് അറിയണം, പിന്നെ ടെസ്റ്റ് എൻജിയുടെ. ടെസ്റ്റ് എൻജി അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ജാവയുടെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. ഇത്രയൊക്കെ അല്ലേ? എന്താണ് API, എന്തിനാണ് API ടെസ്റ്റിംഗ് എന്ന് നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് API ടെസ്റ്റിംഗ് അറിയാൻ വേണ്ടിയിട്ട് എന്ത് പറ്റി? ആരോ ഹാൻഡ് റൈസ് ചെയ്തല്ലോ. മനസ്സിലായത്. ഇനി എന്തൊക്കെയാണ് API ടെസ്റ്റിംഗിലെ കാര്യങ്ങളിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ടെർമിനോളജീസ് അറിയാനുണ്ട്. നമ്മള് ഓടിച്ചാടി ഓട്ടോമേഷനിലോട്ടും മാനുവലിലോട്ടൊന്നും പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനു വേണ്ടി അറിയേണ്ടതെന്ന് അറിയണം. അതിന് നമുക്ക് ആദ്യം അറിയേണ്ട കാര്യമാണ് എന്താണ് ഒരു ക്ലയന്റ്, എന്താണ് ഒരു സെർവർ എന്ന് അറിയണം. പ്രത്യേകിച്ച് അറിയാൻ വേണ്ടി മാത്രമൊന്നുമില്ല. ക്ലയന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഏത് ഹാർഡ്വെയർ ഡിവൈസിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ ഡിവൈസിൽ നിന്നാണോ സെർവറിനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്താ ഒരു കാര്യം നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിനെയാണ് ക്ലയന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് സോഫ്റ്റ്വെയറിൽ നിന്നാണോ ഹാർഡ്വെയറിൽ നിന്നാണോ ഒരു സർവീസ് അവൈലബിൾ ആവാനായിട്ട് സെർച്ച് ചെയ്യുന്നത്, അതാണ് ക്ലയന്റ്. എവിടെ നിന്നാണ് നമ്മൾ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഇപ്പൊ ഗൂഗിളിൽ കയറിയിട്ടാണ് ഞാൻ ഇപ്പോ മേക്ക് മൈ ട്രിപ്പ് API എന്ന് കൊടുത്തത്. അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കളക്ഷൻ ഫ്രെയിംവർക്ക് ഇൻ ജാവ എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നാണ്, ഈ ഒരു സൈറ്റിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, ഈ ഡാറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ഗൂഗിളിനെ അല്ലെങ്കിൽ ഈ ബ്രൗസറിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്ലയന്റ് എന്ന് പറയാം. എവിടെ നിന്നാണ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ നമുക്ക് ക്ലയന്റ് എന്ന് പറയാം. ഇനി എവിടെയാണോ ഈ ആപ്ലിക്കേഷൻ ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്,
എവിടെ നിന്നാണോ നമുക്ക് ഈ ബേസിക്കലി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്ന സ്ഥലം, അതിനെ നമ്മൾ സെർവർ എന്ന് പറയും. ഓക്കെ. എപ്പോഴും നമ്മളിപ്പോ ഈ ബ്രൗസറിനെയാണ് ഇപ്പോ ക്ലയന്റ് ആയിട്ട് കണ്ടത്. എപ്പോഴും ബ്രൗസർ ആയിരിക്കണം എന്നില്ല ക്ലയന്റ്. ചിലപ്പോ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ആവാം, ലൈക്ക് സ്പോട്ടിഫൈ പോലെ, അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പ് പോലെ, അങ്ങനെ എന്തെങ്കിലും ആവാം. എന്ത് നമ്മുടെ ഈ ക്ലയന്റ്, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും പോസ്റ്റ്മാന് വേണ്ടി ടെസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആവാം, സോറി API ടെസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആവാം. പോസ്റ്റ്മാൻ നമുക്കൊരു ക്ലയന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ അതിൽ നിന്നാണ് ഡാറ്റ ഫെച്ച് ചെയ്യാനായിട്ടൊക്കെ എടുക്കുന്നത്. അപ്പൊ എപ്പോഴും ഒരു ക്ലയന്റ് എന്ന് പറഞ്ഞാൽ ബ്രൗസർ ആയിരിക്കണം എന്നില്ല. ബ്രൗസറിന് നമുക്ക് എക്സാമ്പിൾ ഗൂഗിൾ പറയാം, ഫയർഫോക്സ് പറയാം, ഇതെല്ലാം ക്ലയന്റ്സ് ആണ്. അല്ലാതെ നമുക്ക് ഈ സ്പോട്ടിഫൈ, മേക്ക് മൈ ട്രിപ്പ് ഇതേപോലെയുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ക്ലയന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാതെ ഇപ്പൊ പോസ്റ്റ്മാൻ ഒക്കെ പോലത്തെ ടൂൾസും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ക്ലയന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് അറിയേണ്ട വേറൊരു കാര്യമാണ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ. ഇതൊക്കെ ഒരു തിയറി ബേസ്ഡ് കാര്യങ്ങളാണ്. പക്ഷെ ജസ്റ്റ് നമ്മളിപ്പോ പോസ്റ്റ്മാൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ API പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ പഠിക്കുന്ന പോലെ ആവും. ഈ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് വെച്ചാല് എങ്ങനെയാണ് ഒരു ക്ലയന്റും ഒരു സെർവറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ആണുള്ളത്. ചിലപ്പോൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. 1 ടയർ ആർക്കിടെക്ചർ, 2 ടയർ ആർക്കിടെക്ചർ, മൂന്നാമത്തേത് 3 ടയർ ആർക്കിടെക്ചർ. ഇതില് ഫസ്റ്റ് നമുക്ക് 1 ടയർ ആർക്കിടെക്ചർ ഡിസ്കസ് ചെയ്യാം. വൺ ടയർ ആർക്കിടെക്ചറിൽ നമ്മളുടെ ഡാറ്റാബേസും യൂസറും ആപ്ലിക്കേഷനും എല്ലാം സെയിം സിസ്റ്റത്തിലായിരിക്കും ഉണ്ടാവുക. ലൈക്ക് നമ്മുടെ കാൽക്കുലേറ്റർ പോലെ അല്ലെങ്കിൽ MS വേർഡ് പോലെ ഇപ്പൊ ക്ലയന്റും ഡാറ്റാബേസും ആപ്ലിക്കേഷനും എല്ലാം ഒരു സെയിം സിസ്റ്റത്തിലായിരിക്കും ഉണ്ടാവുക. കാൽക്കുലേറ്ററിൽ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ നമ്മൾ യൂസർ ഏതായിരിക്കും അതിനകത്ത് തന്നെ നമ്മൾ ഡാറ്റ അടിച്ചു കൊടുക്കും. അതിൽ തന്നെ നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അതിന് മിഡിൽ ആയിട്ട് ഒന്നുമില്ല. അടുത്തത് 2 ടയർ ആർക്കിടെക്ചർ. 2 ടയർ ആർക്കിടെക്ചറിൽ 2 ആൾക്കാരുണ്ട്, ക്ലയന്റും ഡാറ്റാബേസും.
ഇതില് ക്ലയന്റ് ഡയറക്ട്ലി ഡാറ്റാബേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് റെസ്പോൺസ് അല്ലെങ്കിൽ ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കുന്നത്. മിഡിൽ ആരുമില്ല, ക്ലയന്റും ഡാറ്റാബേസും മാത്രമേ ഉള്ളൂ. ഇതിൽ ക്ലയന്റ് ഡയറക്ട്ലി ഡാറ്റാബേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതിന്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡെസ്ക്ടോപ്പ് ബാങ്കിങ് ആപ്ലിക്കേഷൻ, ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം, ഇതൊക്കെയാണ് ഈ 2-ടയർ ആർക്കിടെക്ചറിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ. ഈ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റത്തിലൊക്കെ നമ്മുടെ ക്ലയന്റ് ഡയറക്ട്ലി ഡാറ്റാബേസിനോട് ചോദിക്കുകയാണ് ഇന്ന ബുക്സ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്നാണ് ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കുന്നത്. ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ മിഡിലിൽ ആരും ഇല്ല. ഈ ബാങ്കിങ് ആപ്ലിക്കേഷൻസിലും ഇതേപോലെയാണ്. ഇവരുടെ ബാങ്കിന്റെ ഓരോ ബ്രാഞ്ചിലുള്ളവർക്ക് ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സിസ്റ്റത്തിൽ നിന്ന് ഡയറക്ട്ലി അവരുടെ ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പൊ കുറെ സിസ്റ്റം ഉണ്ടാവും, മൾട്ടിപ്പിൾ ക്ലയൻസ് ഉണ്ടാവും, അവർക്ക് ഡയറക്ട്ലി ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയാണ് അവർക്ക് ഡാറ്റ കിട്ടുന്നത്. ഈ മൂന്നാമത്തതാണ് ത്രീ ടയർ ആർക്കിടെക്ചർ. 3-ടയർ ആർക്കിടെക്ചർ ആണ് നമ്മളിപ്പോ മോഡേൺ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ 3-ടയർ ആർക്കിടെക്ചർ ആണ്. ഇപ്പോഴുള്ള സംഭവങ്ങളൊക്കെ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ 3-ടയർ ആർക്കിടെക്ചർ ആണ്. ത്രീ-ടയർ ആർക്കിടെക്ചറിൽ 3 ലെയേഴ്സ് ഉണ്ട്. ഒന്ന് പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, പിന്നെ ഡാറ്റാബേസ് ലെയർ. ഇതാണ് 3-ടയർ ആർക്കിടെക്ചറിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന 3 ലെയേഴ്സ്. ഇതാണ് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ API, ഫേസ്ബുക്കിന്റെ API. ഇതൊക്കെ 3-ടയർ ആർക്കിടെക്ചർ വെച്ചുള്ളതാണ്. അപ്പൊ മോസ്റ്റ് മോഡേൺ ആപ്ലിക്കേഷൻസിലും സോഫ്റ്റ്വെയർസിലൊക്കെ യൂസ് ചെയ്യുന്ന API ഈ 3-ടയർ ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടുള്ള APIs ആണ്. ഇതിൽ ഫസ്റ്റ് നമുക്ക് പ്രസന്റേഷൻ ലെയർ നോക്കാം. ഇതില് പ്രസന്റേഷൻ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന ലെയർ അല്ലെങ്കിൽ യൂസർക്ക് ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യുന്ന ലെയറിനെയാണ് ഈ പ്രസന്റേഷൻ ലെയർ എന്ന് പറയാം. പ്രസന്റേഷൻ ലെയർ നമ്മൾ ഉണ്ടാക്കുന്നത് HTML, CSS, JavaScript, ഈ ഫ്രണ്ട് എൻഡ് പാർട്ടാണ് ഈ പ്രസന്റേഷൻ ലെയർ എന്ന് പറയാം. ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് പറയാം വെബ് ബ്രൗസർ, മൊബൈൽ ആപ്ലിക്കേഷൻ, മേക്ക് മൈ ട്രിപ്പ് വെബ്സൈറ്റ്. ഇതൊക്കെ നമ്മൾ കാണുന്ന പ്രസന്റേഷൻ ലെയറിന്റെ ഓരോ എക്സാമ്പിൾ ആണ്. ഇത് ബിൽഡ് ചെയ്യുന്ന ലാംഗ്വേജസ് HTML, CSS, JavaScript ഇതേപോലെയുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും ഫ്രണ്ട് എൻഡിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രസന്റേഷൻ ലെയർ ബിൽഡ് ചെയ്യുക. അടുത്തത് ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയറിലാണ് ബിസിനസ് ലോജിക് ഇൻക്ലൂഡഡ് ആയിട്ട് ഉണ്ടാവുക. ഈ ആപ്ലിക്കേഷൻ ലെയർ ആണ് എന്ത് ചെയ്യുക, പ്രസന്റേഷൻ ലെയറിൽ നിന്ന് റിക്വസ്റ്റ് റിസീവ് ചെയ്തിട്ട് അതിനെ പ്രോസസ് ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻ ലെയറിലാണ്.
പ്രസന്റേഷൻ ലെയറിൽ നിന്നായിരിക്കുമല്ലോ യൂസർ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബ്രൗസർ എടുത്ത് ഫ്ലവേഴ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റിക്വസ്റ്റ് ആണ്. ആ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത് എവിടെന്നാ? പ്രസന്റേഷൻ ലെയറിൽ നിന്നാ. വെബ് ബ്രൗസർ പോലെയുള്ള യൂസർക്ക് ഇൻഫർമേഷൻസ് കാണാൻ പറ്റിയ അല്ലെങ്കിൽ യൂസർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രസന്റേഷൻ ലെയർ എന്ന് പറയാം. അവിടുന്ന് സെൻഡ് ചെയ്യുന്ന റിക്വസ്റ്റിനെ ആപ്ലിക്കേഷൻ ലെയറിലോട്ട് എടുക്കും. ആപ്ലിക്കേഷൻ ലെയറിന്റെ അകത്താണ് ഈ ബിസിനസ് ലോജിക് ഒക്കെ വർക്ക് ആവുന്നത്. അവിടുന്ന് ആ റിക്വസ്റ്റ് പ്രോസസ് ചെയ്തിട്ടാണ് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത്. ഇനി അടുത്തത് ഡാറ്റാബേസ് ലെയർ. ഡാറ്റാബേസ് ലെയർ പറയുന്നതിന് മുമ്പ് ഈ ആപ്ലിക്കേഷൻ ലെയറിലാണ് എന്തിരിക്കുക? APIs പ്രസന്റ് ആയിട്ടുണ്ടാവുക ഈ ആപ്ലിക്കേഷൻ ലെയറിലാണ്. ഇനി അടുത്തത് ഡാറ്റാബേസ് ലെയർ. ഡാറ്റാബേസ് ലെയറിലാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നതൊക്കെ എന്തിലാണ്? ഈ ഡാറ്റാബേസ് ലെയറിലാണ്. ഈ ആപ്ലിക്കേഷൻ ലെയർ എന്ത് ചെയ്യും? ഈ പ്രസന്റേഷൻ ലെയറിൽ നിന്ന് കിട്ടിയ റിക്വസ്റ്റ് പ്രോസസ് ചെയ്തിട്ട് ഡാറ്റാബേസ് ലെയറിൽ കൊടുക്കും. ഈ ഡാറ്റാബേസ് ലെയറിൽ കൊടുത്തിട്ട് ഈ ഡാറ്റാബേസ് ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയറിൽ തിരിച്ച് റെസ്പോൺസ് കൊടുക്കുന്നത്. എന്നിട്ട് ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് പിന്നെയും ഈ റെസ്പോൺസ് പ്രോസസ് ചെയ്ത് പ്രസന്റേഷൻ ലെയറിൽ എത്തും. അങ്ങനെയാണ് നമുക്കൊരു സാധനം കിട്ടുന്നത്. ഇപ്പൊ നമ്മളൊരു സൈറ്റിൽ കയറി ഒരു സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോ ഇതിന്റെ ഇടയില് ഇപ്പൊ ഈ ഡാറ്റാബേസ് ലെയർ ഒരു ആപ്ലിക്കേഷൻ, നമ്മളുടെ പ്രസന്റേഷൻ ലെയർ വേറൊരു ആപ്ലിക്കേഷൻ. ഇതിന്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്ന ആളാരാ? ഈ ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയറിലാണ് ആരിയിരിക്കുന്നത്? API. API ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യും ഇത് തമ്മിലുള്ള. ഇതിൽ തന്നെ നമുക്ക് ഈ APIയുടെ ഫുൾ ഫോം എങ്ങനെയാണ് വന്നതെന്നും കൂടെ നോക്കാം. API എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. അപ്പൊ രണ്ട് ആപ്ലിക്കേഷൻസ് തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആണ്. ഇന്റർഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആണെന്നാണ്. അപ്പോ ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആപ്ലിക്കേഷൻസ് പോലത്തെ ഈ മേക്ക് മൈ ട്രിപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒക്കെ പോലത്തെ ആപ്ലിക്കേഷൻസ്. പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് API യൂഷ്വലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ടുള്ള ജാവ, C# ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. ഇത് പോരാത്തതിന് ഓരോ ആപ്ലിക്കേഷൻസിന് സ്പെസിഫിക് ഫംഗ്ഷൻ പെർഫോം ചെയ്യാനുള്ള ഒരു ക്രെഡിബിലിറ്റിയും കൂടെ കൊടുക്കും. അപ്പൊ അതുകൊണ്ടാണ് പ്രോഗ്രാമിംഗ് എന്നുള്ള പേര് വന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ റെഫേഴ്സ് ടു ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻസിന് സ്പെസിഫിക് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യാനുള്ള ഒരു
ഇതും കൂടെ API പ്രൊവൈഡ് ചെയ്യും. ഇന്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ആപ്ലിക്കേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇന്റർഫേസ് എന്ന് പറയാം. നമുക്ക് മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് API ടെസ്റ്റിംഗ് നോക്കാം. ഈ 3-tier ആർക്കിടെക്ചർ ഒക്കെ മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ, മനസ്സിലായി. ഇനി മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ആദ്യം അതിനെ ഡെവലപ്പ് ചെയ്യുന്ന പാർട്ട് ഈ ഡാറ്റാബേസ് ആണ്. ഡാറ്റാബേസ് ഡെവലപ്പ് ചെയ്ത് കുറെ കഴിഞ്ഞിട്ടാണ് എന്ത് മിഡിൽ ലെയർ ആയിട്ടുള്ള API നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞാണ് നമ്മുടെ ഇന്റർഫേസ് അല്ലെങ്കിൽ യൂസർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ കാണാൻ പറ്റിയ സംഭവമൊക്കെ ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമ്മള് ഈ ഡാറ്റാബേസ് ഉണ്ടാക്കി കഴിഞ്ഞ് APIs ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറെ ടൈം നമുക്ക് ഇവിടെ വേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ APIസിലോട്ട് ഡയറക്ട്ലി റിക്വസ്റ്റ് സെൻഡ് ചെയ്യും ഡാറ്റാബേസിലോട്ട്. എന്നിട്ട് അതിന്റെ റെസ്പോൺസ് കളക്ട് ചെയ്യും. ആ റെസ്പോൺസ് പ്രോപ്പർ ആണോ, എന്തൊക്കെ റിക്വസ്റ്റ് നമുക്ക് APIs ത്രൂ അയക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഈ APIs ഡെവലപ്പ് ചെയ്ത ഫേസിലെ ടെസ്റ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇത്രയും ടൈം ലാഭമാണ്. നമ്മള് 70 to 80% ഓഫ് ടെസ്റ്റിംഗ് അപ്പൊ തന്നെ കഴിഞ്ഞു. പിന്നെ ഇന്റർഫേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയാൽ മതി, ഇന്നത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് പോകുന്നുണ്ടോ, ഈ റിക്വസ്റ്റ് സെൻഡ് ആവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഇന്റർഫേസ് ചെക്ക് ചെയ്യുമ്പോൾ ആക്കിയാൽ മതി. ഇന്റർഫേസ് ടെസ്റ്റിംഗിന്റെ യൂസ് ചെയ്യുന്ന ടൂൾ എന്താ? നമ്മൾ സെലീനി ഒക്കെ പോലത്തെ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇന്റർഫേസ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, API ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ടൂളാ യൂസ് ചെയ്യാം? മാനുവലി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പോസ്റ്റ്മാൻ യൂസ് ചെയ്യാം. ഓട്ടോമേഷൻ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് അഷ്യൂർഡ് പോലത്തെ ടൂൾസ് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഡയറക്ട്ലി APIയിലോട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് അവിടുന്ന് കിട്ടുന്ന റെസ്പോൺസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും നമ്മുടെ 70 to 80% ഓഫ് എഫേർട്ടും ടൈമും നമുക്ക് ലാഭിക്കാണ്. ബാക്കി 20% ഓഫ് ടെസ്റ്റിംഗ് നമ്മൾ പിന്നെ വെബിൽ ചെയ്താൽ മതി. ഇതൊക്കെയാണ് API ടെസ്റ്റിംഗിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ API ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ, API പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ആവില്ല. കാരണം നമുക്ക് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാ വർക്ക് ആവുന്നത്? യൂസർ റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് റെസ്പോൺസ് റിസീവ് ചെയ്താലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ് പേജ് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പ്രോപ്പർ ആയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് റെസ്പോൺസ് ആണ് വരുന്നതെങ്കിൽ ആ ആപ്ലിക്കേഷൻ അവിടെ ഫ്ലോപ്പ് ആയി. അപ്പൊ API ടെസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസും അഡ്വാൻറ്റേജും ഒക്കെ അവിടെയാണ് വരുന്നത്. ഇപ്പൊ പറഞ്ഞ കാര്യം എഴുതണ്ടല്ലോ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കളക്ഷൻ ഓഫ് ഡേറ്റാസ് ആണല്ലോ വരിക. അതുപോലെ ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന UI അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്റർഫേസിൽ വരിക. അതുപോലെ ഈ APIക്ക് അകത്ത് എന്താ ആക്ച്വലി ഉണ്ടാവുക? അതോ അതൊരു ജസ്റ്റ് ഒരു മീഡിയം പോലെ അങ്ങനെയാണോ? ഒരു മീഡിയം പോലെ ആക്ട് ചെയ്യും. നമ്മൾ ഈ ജാവയൊക്കെ യൂസ് ചെയ്തിട്ടാണ് APIസും ബിൽഡ് ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും ലാംഗ്വേജ് യൂസ് ചെയ്യാതോ ഈ പറഞ്ഞ റിക്വസ്റ്റ് റെസ്പോൺസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും
ലാംഗ്വേജ് അങ്ങനെ എന്തെങ്കിലും യൂസ് ഇപ്പോ ചെയ്യണം? നമ്മള് അത് നമുക്ക് പറഞ്ഞു തരാടാ. ഇപ്പൊ 2 ടൈപ്പ് ഓഫ് APIs ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഫോർമാറ്റിലാ. ഇപ്പോ ആഹ് 2 ടൈപ്പ് ഓഫ് APIs ആണ് നമ്മളിപ്പോ യൂഷ്വലി ഉള്ളത്. SOAP APIയും REST APIയും. അതില് SOAP API കുറച്ച് പഴയ API ആണ്. അതിൽ XML ഫോർമാറ്റിലാണ് ഈ ഡാറ്റ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും. അടുത്തത് റെസ്റ്റ് അഷ്യൂർ പോട്ടെ, REST API. REST API ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ. എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് REST API ആണ്. കുറച്ചും കൂടി എഫിഷ്യന്റും ഫാസ്റ്റും കുറച്ചും കൂടെ എളുപ്പമാണ് REST. അതിനകത്ത് യൂസ് ചെയ്യുന്ന JSON ഫോർമാറ്റിലാണ് നമ്മൾ ഡാറ്റാസും സിന്റാക്സ് ഒക്കെ സെൻഡ് ചെയ്യുക. നമ്മളിപ്പോ സെലീന ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോലെ തന്നെ. നമുക്കത് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അത് നമുക്ക് നോക്കാം എങ്ങനെയാന്ന് മനസ്സിലാവും. ടൈം സേവ് ചെയ്യാനും ഇതേപോലെ നമ്മൾ API ടെസ്റ്റിംഗ് ചെയ്താൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ആദ്യമേ റിക്വസ്റ്റ് കൊടുത്ത് റെസ്പോൺസ് കളക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബഗ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് API നോക്കാം. രണ്ട് ടൈപ്പ് ഓഫ് API ആണുള്ളത്. നമ്മൾ ഇതിനകത്ത് മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ളത് SOAP APIയും REST APIയും. അതിൽ നമുക്ക് ആദ്യം SOAP API നോക്കാം. SOAP APIയുടെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോകോൾ എന്നാണ്. ഇതൊരു പ്രോട്ടോകോൾ ആണ്. നമുക്ക് ആപ്ലിക്കേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. ഇത് ഡാറ്റയെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് XML ഫോർമാറ്റിലാണ്. ഇത് കുറച്ച് സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരു API ആണ്. കുറച്ച് സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. പിന്നെ XML ഫോർമാറ്റ് കുറച്ചും കൂടെ ലെങ്തിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മിക്കവാറും SOAP APIs അങ്ങനെ യൂസ് ചെയ്യാറില്ല. SOAP APIs യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ ബാങ്കിങ് സിസ്റ്റം, പേയ്മെന്റ് ഗേറ്റ്വേസിലൊക്കെയാണ് SOAP APIs മിക്കവാറും യൂസ് ചെയ്യാറ്. അടുത്തത് REST API. REST API എന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെന്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ എന്നാണ് ടെസ്റ്റിന്റെ ഫുൾ ഫോം. മോഡേൺ വെബ് ആപ്ലിക്കേഷൻസിലും മൊബൈൽ ആപ്ലിക്കേഷൻസിലും ഒക്കെ ഈ REST APIs ആണ് യൂസ് ചെയ്യാറ്. ഈ REST API യൂസ് ചെയ്യുന്നതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് JSON ഫോർമാറ്റിലാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഈ REST API എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. API ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. ഇത് JSON ഫോർമാറ്റിൽ ഡാറ്റ സെൻഡ് ചെയ്യും. സെയിം APIയുടെ നേരത്തെ ഫംഗ്ഷൻ തന്നെ. രണ്ട് ആപ്ലിക്കേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു
API. മോഡേൺ വെബ് ആപ്ലിക്കേഷൻസിൽ വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഈ REST APIs ആണ്. SOAP APIs യൂസ് ചെയ്യുന്ന കുറവാണ്, കാരണം അത് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഈ ഫേസ്ബുക്കിന്റെ API, ഇൻസ്റ്റഗ്രാമിന്റെ API, മേക്ക് മൈ ട്രിപ്പിന്റെ API ഒക്കെ ഈ REST APIs ആണ്. ഇനി ഇത് രണ്ടും, സോപ്പും വെബും വെബ് സർവീസസ് ആണ്. എന്താണ് ഈ വെബ് സർവീസ് എന്ന് അറിയാമോ ആർക്കെങ്കിലും? വെബ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു API തന്നെയാണ്. എല്ലാ വെബ് സർവീസുകളും APIs ആയിരിക്കും. ഇനി എന്താണ് വെബ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ APIs ബിൽഡ് ചെയ്യുന്ന സമയത്ത്, എന്നുവെച്ചാൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിപ്ലോയ് ചെയ്തിട്ടില്ല, പബ്ലിക്കലി കൊടുത്തിട്ടില്ല, ആക്സസ് ചെയ്യാൻ കൊടുത്തിട്ടില്ലാത്ത കേസ് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ കുറെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, കാരണം കുറെ കഴിഞ്ഞിട്ടാണ് ഇന്റർഫേസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതാണ് API ടെസ്റ്റിംഗിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ API പബ്ലിക്കലി അവൈലബിൾ അല്ലാത്ത സമയത്ത്, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഇന്റർനെറ്റിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്റർനെറ്റ് കണക്ടിവിറ്റി അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ അവൈലബിൾ ആക്കണ്ട, പബ്ലിക്കലി അവൈലബിൾ ആക്കണ്ട. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്നതിന് നമ്മൾ API എന്ന് വിളിക്കും. എപ്പോഴാണോ നമ്മൾ ഇതിനെ പബ്ലിക്കലി അവൈലബിൾ ആക്കുന്നത്, ഇന്റർനെറ്റിൽ കണക്ഷൻ കൊടുക്കുന്നത്, ഇന്റർനെറ്റിൽ അവൈലബിൾ ആക്കി കൊടുക്കുന്നത്, അപ്പൊ ഇത് വെബ് സർവീസ് ആവും. ഓക്കെ, അപ്പോ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വെബ് സർവീസ് എന്ന് പറയാം. API എക്സ്പോസ് ടു ഇന്റർനെറ്റിനെയാണ് നമ്മൾ വെബ് സർവീസ് എന്ന് പറയാ. API എപ്പോഴും ഇന്റർനെറ്റിന് എക്സ്പോസ് ആക്കി കൊടുക്കണം എന്നില്ല. അല്ലാത്ത ഫേസിൽ ഉള്ളതിനെ നമുക്ക് API എന്ന് പറയാം, അല്ലാത്തതിന് വെബ് സർവീസസ് എന്ന് പറയാം. അപ്പോൾ എല്ലാ APIസും വെബ് സർവീസസ് ആണ്. ബേസിക്കലി APIs തന്നെയാണല്ലോ വെബ് സർവീസസും. അപ്പൊ എല്ലാ വെബ് സർവീസസും APIs തന്നെയാണ്, പക്ഷെ എല്ലാ APIസും വെബ് സർവീസസ് അല്ല. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇതൊരു മെയിൻ കാര്യമാണ്. ഈ വെബ് സർവീസസും APIസും, ഡിഫറൻസ് ബിറ്റ്വീൻ APIസും വെബ് സർവീസസും ഇന്റർവ്യൂസിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്.
ഇമ്പോർട്ടന്റ് ആട്ടോ. APIs എന്താ, വെബ് സർവീസസ് എന്താന്നൊക്കെ. ഇനി ഈ റെസ്റ്റ് APIs ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡാറ്റ റിസീവ് ചെയ്യാനും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഇതിന് നമ്മൾ HTTP മെത്തേഡ്സ് അല്ലെങ്കിൽ റെസ്റ്റ് API മെത്തേഡ്സ് എന്നാണ് പറയാ. നമ്മള് വെബ്സൈറ്റിൽ എന്ത് ഓപ്പറേഷൻ ചെയ്താലും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു മെത്തേഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്താലാണ് നമുക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ആക്സസ് ചെയ്യാനോ കൊടുക്കാനോ എടുക്കാനോ എന്ത് ചെയ്യുന്നെങ്കിലും നമ്മൾ ഈ റിക്വസ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോ REST APIs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. REST API കുറച്ച് ഡിഫറെന്റ് മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ. അതിന് നമ്മൾ HTTP മെത്തേഡ്സ് എന്ന് പറയും. ഈ HTTP മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വെബിലൊക്കെ കയറിയിട്ട് അറ്റ്ലീസ്റ്റ് വൺ ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. നമുക്ക് കുറെ കൈൻഡ് ഓഫ് HTTP മെത്തേഡ്സ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന 4 HTTP മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും റിക്വസ്റ്റ് കൊടുത്താലാണ് നമുക്ക് ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു സാധനം കിട്ടുള്ളൂ. ഞാനിപ്പോ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതിപ്പോ എന്റെ ഒരു ക്ലൈന്റ് ഈ സാധനം നമ്മൾ കൊടുത്തു, നമുക്കൊരു എന്ത് കിട്ടി, ഒരു ഡാറ്റ കിട്ടി. ഇതില് ഞാൻ ഉപയോഗിച്ചേക്കുന്ന മെത്തേഡ് ഗെറ്റ് മെത്തേഡ് ആണ്. ഗെറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി പോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ ഞാനിപ്പോ ഒരു ലോഗിൻ ചെയ്യാണ് ഒരു പേജിലോട്ട്, എന്റെ ക്രെഡൻഷ്യൽസ് ഒക്കെ കൊടുക്കാണ്. അപ്പൊ ഒരു ഡാറ്റ നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാണ് അല്ലെ. അപ്പൊ പുതിയൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് പോസ്റ്റ് മെത്തേഡ് ആണ്. ഇനി പുട്ട് മെത്തേഡ്, ഇപ്പൊ ഞാൻ ഓൾറെഡി എന്റെ ക്രെഡൻഷ്യൽസ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്തു. പെട്ടെന്ന് ഞാൻ ആലോചിക്കുകയാണ് ഈ മെയിൽ ID എന്റെ വർക്ക് ചെയ്യില്ല, എനിക്ക് പുതിയ മെയിൽ ID കൊടുക്കണം. അപ്പൊ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റയെന്ന് എന്ത് ചെയ്യണം, എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റയെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പുട്ട് മെത്തേഡ്. ഇനി ഡിലീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾറെഡി ഉള്ള ഒരു ഡാറ്റയെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ മെത്തേഡ്സ് ത്രൂ മാത്രമാണ് നമുക്ക് APIs വാലിഡേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ റിക്വസ്റ്റ് ചെയ്യുന്ന ഡാറ്റ പ്ലസ് ഏത് HTTP മെത്തേഡ്സ് ആണോ അത് സെൻഡ് ചെയ്യും. ഇത് APIയിൽ കൂടെയാണ് സെൻഡ് ചെയ്യുക. API റെസ്പോൺസ് കളക്ട് ചെയ്യും. റെസ്പോൺസ് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്പെസിഫിക് ഒരു ഡാറ്റ കിട്ടും. ആ റെസ്പോൺസ് ഡാറ്റ പ്ലസ് നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ കിട്ടും. ഈ സ്റ്റാറ്റസ് കോഡ്, ഈ കിട്ടുന്ന റെസ്പോൺസിന്റെ ടൈം, ഡീറ്റെയിൽസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടും. ഈ 404 പേജ് നോട്ട് ഫൗണ്ട്, 201 സക്സസ്ഫുൾ, അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ, അതിനൊക്കെയാണ് സ്റ്റാറ്റസ് കോഡ് എന്ന് പറയാം. അപ്പൊ ഈ റെസ്പോൺസിന്റെ കൂടെ നമുക്ക് കുറച്ച് ഡാറ്റയും കൂടെ റിസീവ് ചെയ്യും. ഈ റിസീവ് ചെയ്യുന്ന ഡാറ്റനെ വാലിഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ API ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. Okay.
അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് നാളെ എടുക്കാം. എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നമ്മളുടെ ചാറ്റിൽ ഇടാം. അത് ത്രൂ ആക്സസ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഗൈസ്. നാളത്തെ Thank you, ടൈം ma'am. താങ്ക് യു 9 AM താങ്ക് യു ആയിരിക്കും ചിലപ്പോ. അപ്പൊ ഞാൻ അതനുസരിച്ച് പറയാം. ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം നാളെ രാവിലെ, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ മെസ്സേജ് ഇടാം. 9 ആണെങ്കിലും 2 Okay. ആണെങ്കിലും എല്ലാവർക്കും കംഫർട്ടബിൾ അല്ലേ? ഓക്കെ. അപ്പൊ നാളെ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. ഓക്കെ, താങ്ക് യു, ബൈ.